ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങുകയാണ്. വെളുപ്പാങ്കാലമാണ്, 2:55 വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈം. അപ്പം ഞാനും വിഷ്ണു ചേട്ടനും സന്ധ്യാമ്മയാണ് കൂടെയാണ് ഇറങ്ങുന്നത്. അപ്പം നമ്മളിവിടെ നിന്ന് ഞങ്ങളിപ്പം രാവിലെ തിരുവൈരാണിക്കുളം അമ്പലത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പോൾ അവിടെ പാർവതി ദേവിയുടെ നടയും തുറന്നിരിപ്പുണ്ട്. 12 ദിവസമാണ് നട തുറന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ തൊഴാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ KSRTC ബസ്സിലാണ് പോകുന്നത്. ട്രെയിൻ ടിക്കറ്റൊക്കെ നോക്കിയപ്പോൾ ലഭിച്ചില്ല. എങ്കിലും ഈ KSRTC യാത്ര ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ മൂന്നുപേരും അല്ലാതെ എൻ്റെ അമ്മയും എൻ്റെ വല്യമ്മയും കൂടെയുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അവരെയും പിക്ക് ചെയ്തിട്ട് കാറ് ഞങ്ങൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇട്ടിട്ടാണ് ബസ്സിൽ യാത്ര പോയത്. അപ്പോൾ 4 മണിക്കെന്നാണ് ബസ് പറഞ്ഞിരുന്നത്. ഒരു 4:10 എല്ലാവരും വന്നെത്തി. ഓൾമോസ്റ്റ് ബസ് ഫുള്ളായിരുന്നു. ഇതുപോലെ പല ഗ്യാങ്ങായിട്ട് ഇങ്ങനെ നേരത്തെ നമ്മൾ സീറ്റ് റിസർവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ റിസർവ് ചെയ്തിട്ട് പോകുന്ന. പക്ഷേ നന്നായിരുന്നു. എല്ലാ ഫാമിലിയായിട്ട് നമുക്കത് മിങ്കിൾ ചെയ്യാൻ പറ്റി. എല്ലാ മെമ്പേഴ്സും പിന്നെ നമ്മുടെ കൂടെ വന്ന ഡ്രൈവറായാലും കണ്ടക്ടറായാലും ഒക്കെ നന്നായി. അപ്പോൾ ഞങ്ങൾ ആദ്യം എത്തിയത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് ആദ്യം പോയത്. 5:45 കഴിഞ്ഞപ്പോൾ. പക്ഷേ റോഡ് നല്ല തിരക്കും നല്ല ബ്ലോക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കാൻ തന്നെ ഒത്തിരി ടൈം എടുത്തു. ഏകദേശം 8 മണിയായി അവിടെ നിന്ന് തിരിച്ചപ്പോൾ. കാരണം പിന്നെ ഞങ്ങൾക്ക് ഈ ബ്ലോക്കിൽ പലരും ഈ ഒരു ബസ് നമ്മൾ ഏകദേശം 45 പേരോളം ഉണ്ടായിരുന്നു ബസ്സിൽ. അപ്പോൾ എല്ലാവരും എത്തിയിട്ടൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ചൊക്കെ വരാനായിട്ട് കുറച്ച് സമയമെടുത്തു. എങ്കിലും പക്ഷെ നന്നായിട്ട് തൊഴാനും ഒക്കെ സാധിച്ചു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ അതേ ഞങ്ങൾ അവിടെ നേരെ പിന്നെ അടുത്ത് വരുന്നവർ ഏകദേശം ഒരു സമയം 9 മണി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും വിശക്കുന്നു. കാരണം എല്ലാവർക്കും ഗുളിയൊക്കെ ഇപ്പം കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് അടുത്ത് നിർത്തിയപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഈ ബസ്സിൻ്റെ ഫ്രണ്ടൊക്കെ ഞാൻ ഇച്ചിരി വീഡിയോ ആയിട്ട് എടുത്തത്. ഞങ്ങൾ കഴിച്ചിട്ട് നിന്നപ്പോൾ എടുത്ത വീഡിയോസാണിത്. മസാല ദോശയാണ് കഴിച്ചത്. ഞങ്ങൾ 5 പേരും കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഓരോരോ ബാച്ചായിട്ട് അവർ കഴിച്ചിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ എല്ലാവരോടും സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ തന്നെ പല ഭാഗത്തുനിന്നും വന്നവരായിരുന്നു. അതെല്ലാം അവിടെ നിന്ന് കഴിഞ്ഞ് അടുത്ത് അവിടെ നിന്ന് നേരെ പോയത് ഏറ്റുമാനൂർ അമ്പലത്തിലാണ്. അവിടെ എത്തിയപ്പോൾ നട അടയ്ക്കാറായി. എങ്കിലും പക്ഷെ എല്ലാവരും വന്ന സ്ഥിതിക്ക് കുറച്ചുകൂടെ നിന്ന് തൊഴുതിട്ടൊക്കെ പോകാമെന്ന് കരുതി. കാരണം നിവേദ്യ സമയം ആയിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് പേരെ നിന്നു അവിടെയും തൊഴുതു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 5 ക്ഷേത്രങ്ങളാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടത്തേക്ക് സമയം ഈ ശനിയാഴ്ച ആയിരുന്നു പോയത്. അപ്പോൾ അന്ന് ഒത്തിരി അവധി ദിവസവും കൂടെ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ എല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നേരം അവിടെ നിന്ന് നമുക്ക് സ്പെൻഡ് ചെയ്തിങ്ങനെ ഈ പോയ എല്ലാവരൊക്കെ എത്തിയിട്ട് നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ 5 അമ്പലത്തിൽ ഓടിയെത്താനും പിന്നെ റോഡിലും എടുത്തൊക്കെ തിരക്കുണ്ടായിരുന്നാണ് 5 അമ്പലത്തിലും പോകാൻ പറ്റില്ല. ഞങ്ങൾ 3 പോയത്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത ഫുഡും കഴിച്ചിട്ട് നേരെ തിരുവാണിക്കുളം അമ്പലത്തിൽ എത്തി. ആലുവയിൽ അവിടെ എത്തി. അവിടെ നിന്ന് പക്ഷേ ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് അവിടെ ഒരുപാട് നേരം ക്യൂ നിൽക്കുകയോ ഒന്നും വന്നില്ല. ഒരു അരമണിക്കൂർ കൊണ്ട് അപ്പോൾ നമുക്ക് വെർച്വൽ ക്യൂവിൻ്റെ പാസ് KSRTCക്കാർ എടുത്ത് തന്നു. തിരക്കുണ്ടായോ എന്ന് ചോദിച്ചാൽ അവിടെ തിരക്കുണ്ടായിരുന്നു. ഒരുപാട് നേരം ക്യൂ ഒക്കെ നിൽക്കേണ്ടത്. പക്ഷേ എന്തോ ദൈവാധീനം കൊണ്ട് നമ്മളെ കൂടെ വന്ന എല്ലാവർക്കും ഏകദേശം ഒരു മണിക്കൂറിനകത്ത് നമുക്ക് അമ്പലം നന്നായിട്ട് തൊഴാൻ പറ്റി. പിന്നെ നന്നായിട്ട് ആ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് ദേവിയെ നന്നായിട്ട് കണ്ടു തൊഴാനും പറ്റി. കാരണം ഈ വർഷത്തിൽ ഒരു 12 ദിവസം മാത്രമേ ശ്രീ പാർവതി ദേവിയുടെ നട അമ്പലത്തിൽ തുറക്കും. അതിന് നേരെ ഓപ്പോസിറ്റ് ശിവൻ്റെ നടയുണ്ട്. ശിവൻ്റെ നട എല്ലാ ദിവസവും തുറക്കും. ഈ വർഷത്തിൽ ഒരു 12 ദിവസം ദേവിയുടെ നട തുറക്കത്തുള്ളൂ. അപ്പോൾ അവിടേക്കാണ് ഇത്രയും തിരക്കിൽ എല്ലാ ജനങ്ങളും ഭക്തജനം തൊഴാനായിട്ട് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ അதைയും തൊഴുതിറങ്ങിയതിന് ശേഷം മഞ്ഞൾ പറയൊക്കെ ഇട്ടു. ഞാൻ ഇത് 3ാമത്തെ തൊട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തൊഴുത് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ കുറച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് അപ്പം കഴിച്ചില്ല. അപ്പോൾ ഒരു 7 മണി കഴിഞ്ഞു. ഒരു 7:30 ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് തന്നെ വന്ന വഴിയിൽ ഇടയ്ക്ക് കുറച്ച് ഫുഡ് കഴിക്കാനായിട്ട് അവർ വണ്ടി ഒതുക്കി തന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് രാത്രി ഒരു 2 മണി കഴിഞ്ഞു ഇവിടെ ട്രിവാൻഡ്രം എത്തിയപ്പോൾ. അത് തമ്പാനൂരിലാണ് നിർത്തിയത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തൊഴാൻ സാധിച്ചു. യാത്രയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ എത്തി. പിന്നെ നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് പോയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ വിഷ്ണു ചേട്ടൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് വണ്ടി ഇട്ടത്. അവിടെ നിന്ന് വണ്ടി എടുത്തപ്പോൾ അമ്മയും വല്യമ്മയും സന്ധ്യാമ്മയും എല്ലാവർക്കും ആർക്കും വേറെ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും
ഹാപ്പി ആയിട്ടിരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.